ഓക്കെ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഷേപ്പ് ടൂൾസ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം നോക്കാം. സോ ഇതാണ് ഷേപ്പ് ടൂൾസ്. സോ ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്ടാംഗിൾ ഷേപ്പ് ടൂൾസ്, റൗണ്ട് റെക്ടാംഗിൾ ആൻഡ് എലിപ്സ് ടൂൾ, പോളിഗോൺ ടൂൾ, ലൈൻ ടൂൾ, കസ്റ്റം ഷേപ്പ് ടൂൾ നിറച്ചുണ്ട്. ഫസ്റ്റ് നമ്മൾ റെക്ടാംഗിൾ ടൂൾ നോക്കാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ റെക്ടാംഗുലർ മാർക്യൂ ടൂൾ പോലെ തന്നെ, ബട്ട് ഇതൊരു ഷേപ്പ് ആയിട്ട് വരും നമുക്ക്. ഇപ്പോൾ റെക്ടാംഗിൾ ടൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഷേപ്പ് ഞാൻ കൊടുക്കാം. സി, ഇപ്പോൾ റെക്ടാംഗിൾ ആയിട്ട് നമുക്കൊരു ഷേപ്പ് നമുക്കിവിടെ ഫിൽ ആവുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് ബ്ലാക്ക് കളറാണ് കാണുന്നത്. ഓക്കെ, സെയിം ടൈം ഇപ്പൊ ഈ കളറിനെ ഫിൽ ചെയ്യാൻ നമുക്ക് ഇവിടെ വയറെ ഫിൽ കാണും, സ്ട്രോക്ക് കാണും. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തോണം. ഇപ്പൊ ജസ്റ്റ് ഈ ഫിൽ കളറിനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഞാൻ ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളറിലോട്ട് എനിക്ക് ഷേപ്പ് ടൂളിന്റെ റെക്ടാംഗിൾ ആ കളർ നമുക്ക് കിട്ടും. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കൊടുക്കാം. അതുപോലെ ഇവിടെ സ്ട്രോക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതില് ഈ കളർ കൊടുത്തിട്ട് സ്ട്രോക്കില് ജസ്റ്റ് ഇവിടെ സ്ട്രോക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ മാർക്ക് കാണുന്നത്. നമുക്ക് സ്ട്രോക്ക് നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ബ്ലൂ ആണ് കൊടുക്കുന്നത് വെച്ചോളൂ, കൊടുത്തിട്ട് അപ്പൊ നമുക്കിവിടെ സ്ട്രോക്ക് മാറുന്നത് കാണാൻ പറ്റും. ഈ സ്ട്രോക്ക് എത്ര വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എത്രയാണ് സ്ട്രോക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ ആ സ്ട്രോക്കിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരേണ്ടത്, ലൈനിലാണോ, എങ്ങനെയാണ് വരേണ്ടത് കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. സോ അതിന്റെ കോർണേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്നും നിറച്ച മോർ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, സോ ഫൈൻ. വൺസ് ഷേപ്പ് ടൂൾ കഴിഞ്ഞതുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് റെക്ടാംഗിൾ ടൂളാണ്. ഓക്കെ, ഈ റൗണ്ട് റെക്ടാംഗിൾ ടൂൾ ഇപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ലെയറിനെ ഓപ്പൺ ചെയ്ത് ഞാൻ ഇതിനെ മീറ്റ് ചെയ്യാം. സോ നമുക്കൊരു പ്ലെയിൻ കിട്ടി. ഇപ്പം നമ്മൾ റൗണ്ട്, സോ അതിന്റെ കോർണേഴ്സ് നമുക്ക് റൗണ്ടറായിട്ട് കിട്ടും. സോ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കോർണേഴ്സ് നമുക്ക് റൗണ്ടറായിട്ട് കിട്ടും. സോ അതുപോലെ തന്നെ നമുക്ക് റെക്ടാംഗിൾ നമ്മൾ എന്ത് ചെയ്തു അതുപോലെ നമുക്ക് സ്ട്രോക്ക് കളേഴ്സ് നമുക്ക് കൊടുക്കാം. അതുപോലെ സ്ട്രോക്കിന് ഏത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാം. സോ അത് എത്ര തിക്നെസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് കൂടെ കൊടുക്കാൻ പറ്റും. സോ അതുപോലെ അതിന്റെ കോർണേഴ്സ് കൊടുക്കാം, വിത്ത് ഹൈറ്റ് മാറ്റിക്കൊള്ളാം. സോ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് അതുപോലെ ഞാൻ കൊടുക്കുന്നത് എലിപ്സ് ടൂളാണ്. ഓക്കെ, ഇപ്പൊ ഇത് നോക്കിയുള്ളൂ, ഇത് ജസ്റ്റ് വൺ റൗണ്ട്. ഇപ്പോൾ ഈ റൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ഏത് ഗ്രീൻ കളർ വേണമെങ്കിൽ കൊടുത്തോളാം. പക്ഷെ ഈ റൗണ്ട് നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഈ റൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ സെയിം ഷേപ്പ് നമുക്ക് ഇവിടെ ചെന്ന് ഇലക്ട്രിക്കൽ മാർക്യൂ ടൂൾ കൊടുത്താലും നമുക്ക് കിട്ടും. സോ ജസ്റ്റ് നമുക്ക് കൊടുക്കാം. പക്ഷെ അതുപോലത്തെ റൗണ്ട് അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സോ ഇവിടെ ഞാൻ ഒന്ന് ഈ പെയിന്റ് ബക്കറ്റ് ടൂളിനെ യൂസ് ചെയ്ത് ഞാൻ ഇതുപോലെ ഷേപ്പ് എനിക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഷേപ്പ് ടൂളിൽ നമുക്ക് ഇന്നും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ റൗണ്ട് പറഞ്ഞത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ ഈ റൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷേപ്പ് ടൂൾ യൂസ് ചെയ്യുന്നതാണ് അതിന്റെ ബെസ്റ്റ് ചോയ്സ്. ഓക്കെ, സെയിം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പോളിഗൺ ടൂൾ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഇപ്പൊ പോളിഗൺ ടൂളിന് മെയിൻ ഇതിന്റെ സ്ലൈഡ്സ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പോളിഗൺ ടൂളില് ഞാൻ സ്ലൈഡ് 3 കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു റെക്ടാംഗിൾ ഷേപ്പ് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ റെക്ടാംഗിൾ ഷേപ്പ് നമുക്ക് കിട്ടുന്നില്ല. സോ ജസ്റ്റ് ഇപ്പൊ ഇതിനെ ഞാൻ അൺടിക്ക് ചെയ്തിട്ട് സ്മൂത്ത് കോർണേഴ്സിനെയും സ്റ്റാറിനെയും ഞാൻ അൺടിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ റെക്ടാംഗിൾ ടൂൾ യൂസ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്ലിയർ ഷേപ്പ് കിട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, റെക്ടാംഗിൾ ഷേപ്പ്. സെയിം ടൈം നമുക്ക് അതിന് ഏറ്റതുപോലെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്തോളാം ആൻഡ് സ്ട്രോക്ക് നമുക്ക് കൊടുത്തോളാം. ഓക്കെ, ആ സ്ട്രോക്കിന്റെ വിത്ത്നെസ് നമുക്ക് മാറ്റാം. ഇനി ചിലപ്പോൾ നമുക്കൊരു സ്റ്റാർ ആണ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ ജസ്റ്റ് ഈ സെറ്റിംഗിൽ ചെന്ന് സ്മൂത്ത് കോർണേഴ്സിനെയും സ്റ്റാറിനെയും ഞാൻ ടിക്ക് ചെയ്തു. അതുപോലെ എൻ്റെ സ്ലൈഡ്സ് ജസ്റ്റ് ഞാൻ ഒരു 20 കൊടുത്തു. ഇപ്പൊ ഞാൻ ജസ്റ്റ് തന്നെ പറഞ്ഞതുണ്ടെങ്കിൽ സി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡിസൈൻ കിട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് ഇന്നും എത്ര വേണമെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തോളാം. ഇപ്പോൾ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇതിന്റെ
കളേഴ്സ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ആൻഡ് സെയിം ടൈം സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്കിന് നമുക്കൊരു സൈസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, എത്ര വേണമെന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെയും നമുക്ക് കോർണേഴ്സ് എങ്ങനെയാണ് വേണമെന്നുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് വന്നത് ലൈൻ ടൂളാണ്. ജസ്റ്റ് നമുക്കൊരു ലൈൻ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ ലൈൻ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് വി ക്യാൻ യൂസ് ദ ലൈൻ ടൂൾസ്. ഈ ഷേപ്പ് ടൂൾസ് ഒക്കെ നമുക്ക് ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ നമുക്ക് പാംപ്ലേറ്റ് ഫേസ്ബുക്കിന്റെ ബ്രൗസേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റം ഷേപ്പ് ടൂൾ. കസ്റ്റം ഷേപ്പ് ടൂളില് ജസ്റ്റ് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഏതാണ് വേണ്ടോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മള് ഇവിടെ നമുക്ക് കസ്റ്റം ഷേപ്പ് ടൂൾ ഇഷ്ടം പോലെ ഷേപ്സ് ഉണ്ട്. ട്രീയുടെ ഷേപ്സ് ഉണ്ട്, അനിമൽസിന്റെ ഉണ്ട്. ഇപ്പോ ജസ്റ്റ് ഞാൻ അനിമലിന്റെ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ I will get like this. It's looking very good, right? അതുപോലെ നമുക്ക് വേറെ വല്ലതും ചൂസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഷേപ്പ് ടൂൾ കൊടുത്തിട്ട് ബോട്ട്സ് ഫ്ലവേഴ്സ്. സോ ഫ്ലവേഴ്സിന് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തു. See, you will get the flower, and if you want to change the color you can change it. If you want to change the stroke we can give some different strokes. Okay, so ഇതുപോലെ ചെയ്യാം. ഇത് നമുക്ക് ഒരു ബോർഡേഴ്സിനൊക്കെ നമുക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും.